ക്രിക്കി മലയാളം 2.0യുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. IPL-ൽ ഏറെ നിർണായകമായിരുന്ന PBKസും DCയും തമ്മിലുള്ള പോരാട്ടം പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണല്ലോ. ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുത്ത PBKs 10.1 ഓവറിൽ ഒരു വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 122 റൺസ് എന്ന അതിശക്തമായ നിലയിലുള്ളപ്പോഴാണ് ഫ്ലഡ് ലൈറ്റിലെ തകരാറുകൾ കാരണം മത്സരം തടസ്സപ്പെട്ടിട്ടുള്ളത്. തുടർന്ന് രണ്ട് ടീമിലെയും താരങ്ങൾ ഗ്രൗണ്ട് വിടുകയായിരുന്നു. അതെ, മത്സരം പെട്ടെന്ന് തന്നെ ഉപേക്ഷിക്കുകയായിരുന്നു. താരങ്ങളോടൊക്കെ ഗ്രൗണ്ട് വിട്ടു പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. വൈകാതെ സ്റ്റേഡിയത്തിലെ കാണികളോടും ഒഴിഞ്ഞു പോകാൻ അധികൃതർ ആവശ്യപ്പെടുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതെ, സാങ്കേതിക തകരാർ കൊണ്ട് മാത്രമാണ് കളി തടസ്സപ്പെട്ടതെന്ന് മത്സരം ഉപേക്ഷിക്കാനുള്ള കാരണവും ഇത് തന്നെയാണെന്നും BCCI ഔദ്യോഗികമായിട്ട് തന്നെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും കളി നടക്കാതെ പോയതോടുകൂടെ PBKസിനും അതുപോലെ DCക്കും ഓരോ പോയിന്റ് വീതം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സീസണിൽ ഇരു ടീമുകളുടെയും രണ്ടാമത്തെ മത്സരമാണ് ഫലമില്ലാതെ ഉപേക്ഷിക്കപ്പെടുന്നതിനുള്ള കാര്യം ശ്രദ്ധിക്കണം. നിലവിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് വഴിയും വാർത്തകൾ പ്രചരിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം സത്യമാണെന്നുള്ളത് നമ്മൾ തന്നെ ആദ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏറെ ശ്രദ്ധ പുലർത്തണമെന്ന് കൂടി നിങ്ങളുമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും സുരക്ഷാ ഭീഷണികൾ ഉള്ളതുകൊണ്ടുമാണ് പതിവയിൽ മത്സരം ഉപേക്ഷിക്കാനുള്ള കാരണമെന്ന് കൂടി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ഏതായാലും നമുക്കറിയാമല്ലോ, ധർമ്മശാല വിമാനത്താവളം അടച്ചതിനാൽ തന്നെ മെയ് 11 നടക്കേണ്ട MIയും അതുപോലെ PBKസും തമ്മിലുള്ള മത്സരവും അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള ചില മത്സരങ്ങളും ഇത്തരത്തിലുള്ള സാഹചര്യം വരികയാണെങ്കിൽ മാറ്റേണ്ടി വരാനുള്ള ചെറിയ സാധ്യതകൾ മാത്രം ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നാളേക്ക് വേണ്ടി പ്രതീക്ഷകൾ പുലർത്തിക്കൊണ്ട് നമുക്കും കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.